നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി ഇന്നറിയാം. നിർണായക വിധി പറയുക എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ്. കേസിൽ നടൻ ദിലീപ് അടക്കം 10 പ്രതികളാണുള്ളത്. ക്രൂരത നടന്നത് 2017 ഫെബ്രുവരി 17-ന്. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം സംസ്ഥാനത്തെ 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ 11,168 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 7 ജില്ലകളിലും ഇന്ന് നിശബ്ദ പ്രചാരണം. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രതിഭാഗം. രാഹുൽ ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 12 ദിവസം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. സംഭവത്തിൽ കൂട്ടുത്തരവാദിത്തം മാത്രമേ തനിക്കുള്ളൂവെന്നാണ് എ പത്മകുമാറിന്റെ വാദം. എന്നാൽ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട 2 കേസിലും എ പത്മകുമാർ പ്രതിയാണെന്ന് SIT കോടതിയെ അറിയിക്കും. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ ഡീൻ ഡോക്ടർ CN വിജയകുമാരി ഇന്ന് കോടതിയിൽ ഹാജരാകും. നെടുമങ്ങാട് SC/ST കോടതിയാണ് വിജയകുമാരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. ഹാജരായി ജാമ്യം എടുക്കാമെന്ന കോടതി ഉപാധി വിജയകുമാരിയുടെ അഭിഭാഷകൻ അംഗീകരിച്ചിരുന്നു. വിപിൻ വിജയന്റെ ഭാഗം കേട്ട ശേഷമാണ് കോടതിയുടെ തീരുമാനം. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചേക്കും. കരാർ കമ്പനി നടത്തിയ നിർമ്മാണ പ്രവർത്തനവും പരിശോധിക്കും. നഗരത്തിന്റെ മറ്റിടങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഉയരപാതകളുടെ സുരക്ഷയും വിലയിരുത്തും. കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം. കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ കൊല്ലം ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. 10-ലധികം ബോട്ടുകളാണ് കത്തി നശിച്ചത്. സംഭവത്തിൽ അട്ടിമറി സംശയം ഉന്നയിച്ച സാഹചര്യത്തിലാണ് അന്വേഷണം. പ്രദേശത്തെ CCTV-കൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. കൊല്ലം ചവറ കൊട്ടുങ്കാട് വട്ടുത്തറയിൽ ലഹരിക്ക് അടിമപ്പെട്ട ചെറുമകൻ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ചവറ പോലീസ്. ചെറുമകൻ ഷഹനാസ് ആണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത്. വട്ടത്തറ കണിയാൻഡയത്ത് തെക്കതിൽ വീട്ടിൽ സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. ദൃക്സാക്ഷിയായ പ്രതിയുടെ മാതാവ് മുംതാസിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി. മുത്തപ്പൻ മഠപ്പുഴയിൽ അയ്യപ്പ ഭക്തി ഗാനത്തിനൊത്ത് ചുവടുവെച്ച് ദഫ് കലാകാരന്മാർ. തലശ്ശേരി താഴേച്ചമ്പാട് മുതുവനായി മുത്തപ്പൻ മടപ്പുഴയിലാണ് കൊല്ലം അൽ ബദ്രിയ ദഫ്മുട്ട് സംഘം ദഫ് അവതരിപ്പിച്ചത്. പരമ്പരാഗത രീതിയിൽ മാപ്പിളപ്പാട്ടും പ്രവാചകന്റെ മധുകളും ഈരടികളാക്കിയുള്ള ദഫ്മുട്ടിനൊപ്പമായിരുന്നു വ്യത്യസ്തമായ പ്രകടനം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോഴിക്കോട് പാലാരിയിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. വയോധികൻ ആക്രമിച്ചത് ചെറുമകനെ റബ്ബർ കഷ്ണം കൊണ്ട് എറിഞ്ഞെന്നാരോപിച്ച് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണത്തിൽ 12-കാരന്റെ താടിയലിന് പരിക്കേറ്റു. പാലക്കാട് അട്ടപ്പാടി ആറിമലയിൽ നടത്തിയ പരിശോധനയിൽ 763 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ മാസവും അട്ടപ്പാടിയിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചർക്ക് ഗുരുതര പരിക്കേറ്റു. കാന്തല്ലൂർ പഞ്ചായത്തിലെ വണ്ണാന്തുറൈ ഉന്നതി സ്വദേശി മണി ചാപ്ലിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കാട്ടുപോത്ത് പിന്നിൽ നിന്ന് കൊമ്പുകൊണ്ട് കുത്തിയെറിയുകയായിരുന്നു. കാസർഗോഡ് ചെറുപനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓൾ കേരള ഫുട്ബോൾ സെവൻസ് ടൂർണമെന്റിൽ GHSS കമ്പല്ലൂർ 1-ാം സ്ഥാനത്തെത്തി. സെന്റ് ജൂഡ് HSS വെള്ളരിക്കുണ്ട് ഫസ്റ്റ് റണ്ണറപ്പായി. സെന്റ് തോമസ് HSS തോമാപുരം ടീമിന് സെക്കൻഡ് റണ്ണറപ്പായി. മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായി പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. കാൽനാട്ടുകർമ്മം ഇടവക വികാരി ഫാദർ മൈക്കിൾ ഡിക്രൂസ് നിർവഹിച്ചു. ജനുവരി 2-നാണ് പെരുന്നാൾ നടക്കുക. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മാറ്റിവെച്ചതായി സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ് അറിയിച്ചു. നാളെ നടത്താനിരുന്ന സ്ത്രീശക്തി നറുക്കെടുപ്പ് മറ്റന്നാളും 11-ന് നടത്താനിരുന്ന കാരുണ്യ പ്ലസ് ഡിസംബർ 12-നും ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത് രാജ്യസേവനത്തിന്റെ 28 വർഷങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ കരസേനയിൽ നിന്നും തിരികെ എത്തിയ സുബേദാർ അജയ്കുമാറിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സിന്ദൂറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും അതിലുപരി സന്തോഷവുമുണ്ട്. 17 വയസ്സ് മുതൽ കരസേനയിൽ പ്രവർത്തിച്ചു വരികയാണെന്നും നാടിനെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അജയ്കുമാർ പറഞ്ഞു.
കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ പ്രദീപ് നിരങ്കർനാഥ് ശർമ്മയ്ക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2010 പദവിയിലിരിക്കെ സർക്കാർ ഭൂമി കച്ച് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയായ വെൽസ്പണിന് വില കുറച്ച് നൽകിയ കേസിലാണ് നടപടി. കാസർഗോഡ് കോളേജ് വിദ്യാർത്ഥിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പള നിത്യാനന്ദ മഠത്തിന് സമീപം ഷാനിബാണ് മരിച്ചത്. ഷാനിബിനെ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ കുമ്പള സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം വഴിക്കടവ് വനമേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ ചരിഞ്ഞ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരുത ഓടപ്പൊട്ടി വനത്തിലാണ് ശനിയാഴ്ച കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. 10 വയസ്സുള്ള പിടിയാനയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. വയനാട് തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് MDMA പിടികൂടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കാസർഗോഡ് സ്വദേശി ബഷീർ അബ്ദുൽ ഖാദറാണ് എക്സൈസിന്റെ പിടിയിലായത്. കാസർഗോഡ് ജില്ലയിൽ മൊത്തക്കച്ചവടക്കാർക്ക് MDMA എത്തിച്ചു നൽകുന്നയാളാണ് ബഷീർ അബ്ദുൽ ഖാദർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് 153 ഗ്രാം MDMAയും 50,000 രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഒളിവിലായിരുന്ന പുളിക്കൽ സ്വദേശി ഷിഹാബുദ്ദീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി മലപ്പുറം ഡാൻസ് ഓഫ് ടീമിന് കൈമാറിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ 6 പേരാണ് പിടിയിലായത്. തൃശൂർ കാഞ്ഞാണി കാരമുക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ചാലക്കുടി സ്വദേശി നീതുവാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയ മെത്തയ്ക്ക് മുകളിൽ ഷാൾ ഉപയോഗിച്ചുണ്ടാക്കിയ കുരുക്ക് കണ്ടെത്തി. ഭർത്താവ് സലീഷ് യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ്. പമ്പയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും വരികയായിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട് പേരാമ്പ്രയിൽ പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച മകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടിയങ്ങാട് സ്വദേശി ജംസലാണ് മരിച്ചത്. വീടിനടുത്തെ പൊന്തക്കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. പിതാവിനെ കുത്തിയ കേസിൽ ഇയാളെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. പറവൂർ നഗരസഭയിലെ വാർഡുകളിൽ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് UDF പ്രചാരണം നടത്തുന്നതായി പരാതി. നഗരസഭയിലെ 4-5 ഡിവിഷനുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിന് സമീപത്തായി ശബരിമല അയ്യപ്പന്റെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്റർ വ്യാപകമായി പതിച്ചിട്ടുണ്ട്. UDF പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. കോഴിക്കോട് നടുവണ്ണൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. മുള്ളമ്പത്ത് പ്രകാശിന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ പ്രദേശത്തെ 3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലത്ത് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചു. കണ്ണൂർ മട്ടന്നൂർ മരുതായിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിടിച്ചു. കുട്ടികളടക്കം 3 പേർക്ക് പരിക്ക്. ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരായ ആൻഡ്രിൻ മരിയ, ആൽഡ്രിൻ ജോ, മേരി ഷെർലി എന്നിവർക്കാണ് പരിക്കേറ്റത്. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിനെ മർദ്ദിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മെയ് 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം നന്ദിയോടെ എക്സൈസ് പരിശോധനയിൽ വിദേശ മദ്യം പിടിച്ചെടുത്തു. 1/2 ലിറ്ററിന്റെ 30 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് കണ്ടെടുത്തത്. റബ്ബർ പുരയിടത്തിൽ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യക്കുപ്പികൾ. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ മദ്യനിരോധനം മുന്നിൽ കണ്ടാണ് മദ്യക്കുപ്പികൾ സൂക്ഷിച്ചത് എന്നാണ് നിഗമനം. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് 30ാമത് IFFKയുടെ ജൂറി ചെയർപേഴ്സണാകും. ഈ മാസം 12-നാണ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്യാൻ മേളയിൽ 4 പുരസ്കാരങ്ങൾ നേടിയ ദ സ്കീഡ് ഓഫ് സേക്രഡ് ഫിഗ് ഉൾപ്പെടെ 4 ചിത്രങ്ങളിലൂടെ 8 പുരസ്കാരങ്ങൾ ക്യാനിൽ നിന്ന് തന്നെ നേടിയ സംവിധായകരിൽ ഒരാളാണ് റസൂലോഫ്. എറണാകുളം കലാഭവൻ റോഡിലെ അടച്ചിട്ട വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. കാഞ്ഞിരപ്പള്ളി സ്വദേശി അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭിജിത്തിന്റെ തലയ്ക്ക് മുറിവേറ്റ പാടുണ്ട്. അഭിജിത്ത് കൊച്ചിയിലെത്തിയത് എങ്ങനെയാണ് എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദേൽ റഹ്മാൻ സിസായ്ക്കോയ്ക്ക്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കുടിയേറ്റം, പാശ്ചാത്യ ആഫ്രിക്കൻ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ, ദാരിദ്ര്യം എന്നിവയെല്ലാമാണ് അബ്ദുൽ റഹ്മാന്റെ ചിത്രങ്ങളുടെ പ്രമേയം. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
തൃശൂർ പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്തു കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി തിരുമുഖം കവർന്നു. 4 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷ്ടാവ് പണവും കവർന്നിട്ടുണ്ട്. സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തി തൃശൂർ സിറ്റി പോലീസ്. വിവിധ ദിവസങ്ങളിലായി നടന്ന പരിശോധനയിൽ 249 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന പ്രതി തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പ്രതിക്ക് 29 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചു. ആലപ്പുഴ നിലമ്പേരൂർ സ്വദേശി ഷിജു കൃഷ്ണയാണ് അറസ്റ്റിലായത്. അതിവേഗ പോക്സോ കേസിൽ ഹാജരാക്കിയ പ്രതിക്ക് 29 വർഷത്തെ കഠിന തടവും ശിക്ഷയും വിധിച്ചു. കള്ളുഷാപ്പിൽ കയറി മദ്യപിക്കുകയും പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ മാനേജരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. തൃശൂർ ചാവക്കാട് തെക്കഞ്ചേരി തെരുവത്ത് വീട്ടിൽ ഷാജിയാണ് പിടിയിലായത്. പണം ചോദിച്ച ഷാപ്പ് മാനേജറെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടുമാണ് പ്രതി ആക്രമിച്ചത്. തൃശൂർ പൂങ്കുന്നത്ത് പാറക്കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ യുവാവ് മുങ്ങി മരിച്ചു. പാലക്കാട് നെന്മാറ സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. തൃശൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ 45 മിനിറ്റിലേറെ തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പരിചയമില്ലാത്ത മാലിന്യങ്ങളും പായലും അടിഞ്ഞ കുളത്തിൽ ജ്യോതിഷ് ഇറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത്. കോഴിക്കോട് നാദാപുരം ബാർ അസോസിയേഷൻ കെട്ടിട ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുമ്പോഴാണ് നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ജനകീയമാകുന്നതെന്നും ഇതിന് യുവ അഭിഭാഷകർക്ക് ക്രിയാത്മക പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് പ്രമോദ് കക്കട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് നാദാപുരത്ത് വ്യാജവാറ്റിനായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തി. വളയം കണ്ടിവാതുക്കലിന് സമീപം എളമ്പയിലെ തോട്ടിലാണ് നാദാപുരം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെ വ്യാജവാറ്റിനായി പാകപ്പെടുത്തി സൂക്ഷിച്ച 200 ലിറ്റർ വാഷ് കണ്ടെത്തിയത്. പരിസര പ്രദേശങ്ങളിൽ വ്യാജവാറ്റ് സജീവമാണെന്ന് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് ഹയർ സെക്കൻഡറി NSS സപ്തദിന ക്യാമ്പിന്റെ മുന്നൊരുക്കങ്ങളും കർമ്മ പദ്ധതികളും വളണ്ടിയർ ലീഡർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ 86 യൂണിറ്റുകളിൽ നിന്നായി 172 വളണ്ടിയർമാർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കായാണ് അവധി പ്രഖ്യാപിച്ചത്. ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, കളക്ഷൻ സെന്റർ, സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും അവധി ബാധകമാണ്. പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന അംഗൻവാടികൾക്കും ഇന്ന് അവധിയായിരിക്കും. സൂപ്പർ കപ്പ് കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചു. 6-5 എന്ന സ്കോറിനായിരുന്നു ഗോവയുടെ ജയം. ഗോവയുടെ തുടർച്ചയായ 2ാമത്തെ കിരീടമാണ്. സൂപ്പർ കപ്പിലെ 3ാമത്തെ കിരീടവും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ് വഴിയിൽ തിരിച്ചെത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. വോൾവ്സാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. ലീഗിൽ 22 പോയിന്റുമായി 14ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. രാത്രി 1:30 വോൾവ്സ് തട്ടകത്തിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2020 പരമ്പരയ്ക്ക് ഒരുങ്ങി ഇന്ത്യ. ഇരു ടീമുകളും ഒഡീഷയിൽ ഇന്ന് പരിശീലനം തുടങ്ങും. ഗിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജു ഓപ്പണറാകാൻ സാധ്യത. പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കട്ടക്കിൽ. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനെ അട്ടിമറിച്ച് സെൽറ്റ വിഗോ. മറുപടിയില്ലാത്ത 2 ഗോളിന് റയലിനെ തോൽപ്പിച്ച സെൽറ്റ. വില്യോട്ടാണ് സെൽറ്റയ്ക്കായി 2 ഗോളുകൾ നേടിയത്. ഗാർഷ്യയും അൽവാറോ കരിയാസും റെഡ് കാർഡ് കണ്ട് പുറത്തായത് റയലിന് തിരിച്ചടിയായി. തോൽവിയോടെ ലീഗിൽ ബാഴ്സലോണയുമായിട്ടുള്ള റയലിന്റെ പോയിന്റ് വ്യത്യാസം 4 ഉയർന്നു. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് നിരാശ. സെമിയിൽ ജർമ്മനിയോട് തോറ്റ് പുറത്തായി. 1-5 ഗോളിനായിരുന്നു നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയെ തോൽപ്പിച്ചത്. ഫൈനലിൽ സ്പെയിനാണ് ജർമ്മനിയുടെ എതിരാളികൾ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അധ്യക്ഷനായി മുൻ ഇന്ത്യൻ താരം വെങ്കടേഷ് പ്രസാദിനെ തെരഞ്ഞെടുത്തു. KN ശാന്ത്കുമാറിനെയാണ് വെങ്കടേഷ് തോൽപ്പിച്ചത്. മുൻ ഇന്ത്യൻ താരമായ സുജിത് സോമസുന്ദർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ഫലത്തിന് പിന്നാലെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് വെങ്കടേഷ് പറഞ്ഞു. പലാശ് മുച്ചലുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി സ്മൃതി മന്ദാന. പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ. ഇരു കുടുംബങ്ങളുടെയും സ്വകാര്യതയെ മാനിക്കണമെന്ന് സ്മൃതി. ഇനിയുള്ള ലക്ഷ്യം രാജ്യത്തിനായി കിരീടങ്ങൾ നേടുകയാണെന്ന് ഇന്ത്യൻ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ. ബംഗളൂരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ IPL വേദി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടക ക്രിക്കറ്റിന്റെയും ബംഗളൂരുവിന്റെയും അഭിമാനമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. IPL മത്സരങ്ങൾ ബംഗളൂരുവിൽ തന്നെ നടത്താൻ ശ്രമിക്കുമെന്ന് DK പറഞ്ഞു. ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പുതിയ സ്റ്റേഡിയം പണിയുമെന്നും പ്രഖ്യാപനം നടത്തി കർണാടക ഉപമുഖ്യമന്ത്രി.
ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക്സഭയിൽ ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കമിടും. 10 മണിക്കൂറാണ് ചർച്ചയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയും ബിജെപിയും ആരോപണങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ സഭ പ്രക്ഷുബ്ധമായേക്കും. ഇൻഡിഗോ വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് വലഞ്ഞ യാത്രക്കാരുടെ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് കമ്പനി. 610 കോടി രൂപയുടെ ടിക്കറ്റുകളാണ് ഇൻഡിഗോ റീഫണ്ട് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 8 മണിയോടെ റീഫണ്ട് നൽകണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അതിനിടെ വിമാന സർവീസുകളിലെ തടസ്സങ്ങളെ തുടർന്ന് വ്യോമയാന മന്ത്രാലയം നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ ഇൻഡിഗോ സിഇഒയ്ക്കും ഓപ്പറേഷൻസ് മേധാവിക്കും 24 മണിക്കൂർ അധിക സമയം നൽകി. തലച്ചോറിലെ രക്തയോട്ടത്തെ നിരീക്ഷിക്കുന്ന ഉപകരണവുമായി സൊമാറ്റോ സിഇഒ ദീപീന്ദർ ഗോയൽ. ടെമ്പിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഉപകരണം ഉടൻ വിപണിയിലെത്തുമെന്നാണ് ദീപീന്ദറിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. സൊമാറ്റോയുടെ മാതൃസ്ഥാപനമായ എത്തറിലിന്റെ ഗ്രാവിറ്റി ഏജിംഗ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ച ഉപകരണം ദിവസം മുഴുവൻ തടസ്സമില്ലാതെ തലച്ചോറിലെ രക്തപ്രവാഹം നിരീക്ഷിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ 600 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് കാർ മറിഞ്ഞ് 6 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. ആകെ 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വിജയുടെ തമിഴക വെട്രി കഴകം നാളെ പുതുച്ചേരിയിൽ പൊതുയോഗം സംഘടിപ്പിക്കും. പുതുച്ചേരിയിലെ പഴയ തുറമുഖത്തിന് സമീപത്തെ ഗ്രൗണ്ടിൽ യോഗം നടത്താൻ കർശന നിബന്ധനകളോടെ പോലീസ് അനുമതി നൽകി. 5000 പേർക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ. QR കോഡ് ഉപയോഗിച്ച് മാത്രമായിരിക്കും പ്രവേശനം. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമേറിയവർ തുടങ്ങിയവർക്കൊന്നും പ്രവേശനമുണ്ടാകില്ല. ബംഗാളിലെ ബഹ്റാംപൂരിൽ അയോധ്യയ്ക്ക് സമാനമായ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഭൂമി പൂജയും ശിലാപ്രതിഷ്ഠയും നടത്തി BJP നേതാവ് സഖറൌ സർക്കാരും അനുയായികളും. സസ്പെൻഡ് ചെയ്യപ്പെട്ട തൃണമൂൽ MLA ഹുമയൂൺ കബീർ കഴിഞ്ഞ ദിവസം മുർഷിദാബാദിൽ ബാബരി മസ്ജിദ് മാതൃകയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ തറക്കല്ലിട്ടതിന് പിന്നാലെയാണിത്. ഗുജറാത്തിലെ ജാംനഗറിൽ ആം ആദ്മി പാർട്ടിയുടെ ഗുജറാത്ത് ജോഡോ റാലിക്കിടെ MLAയ്ക്ക് നേരെ ചെരുപ്പേറ്. AAPയുടെ വിസവദറിൽ നിന്നുള്ള MLA ഗോപാൽ ഇറ്റാലിയയ്ക്ക് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഛത്രപാൽ സിംഗ് ജഡേജ ചെരുപ്പെറിഞ്ഞത്. ഇയാളെ ആം ആദ്മി പ്രവർത്തകർ മർദ്ദിച്ചതോടെ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് വഴിമാറി. പോലീസ് ഇടപെട്ടാണ് AAP പ്രവർത്തകരെ മാറ്റിയത്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ സംഘം തിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടലിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ബാനറിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ഗണേഷ് ഗൌഡ കൊല്ലപ്പെട്ടത്. ഇരുവിഭാഗവും തമ്മിൽ നേരത്തെ ചിക്കമംഗളൂരുവിലെ ബാറിന് സമീപത്ത് വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിൽ ജനശക്തി ജനതാദൾ നേതാവും ലാലു പ്രസാദ് യാദവിന്റെ മുക്ത മകനുമായ തേജ് പ്രതാപ് യാദവിനെതിരെ പുതിയ വിവാദം. MLA ആയിരിക്കെ പട്നയിലെ സ്വകാര്യ വസതിയിലെ വൈദ്യുത ബില്ല് അടച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 2022 ജൂലൈ മാസം മുതൽ 2025 നവംബർ വരെയുള്ള 3.5 വർഷത്തെ കുടിശ്ശികയാണ് അടയ്ക്കാനുള്ളത്. തന്റെ ഉച്ചഭക്ഷണം തെരുവ് നായ്ക്കൾക്ക് നൽകുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. യൂണിഫോം ധരിച്ച പെൺകുട്ടി റോഡരികിൽ വെച്ച് ലഞ്ച് ബോക്സിലെ ഭക്ഷണം തെരുവ് നായ്ക്കൾക്ക് നൽകുകയായിരുന്നു. ദ നോർത്തേൺ വൈബ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഭർത്താവ് തന്നെ കറാച്ചിയിൽ ഉപേക്ഷിച്ച ഇന്ത്യയിൽ രണ്ടാമതൊരു വിവാഹത്തിന് രഹസ്യമായി ഒരുങ്ങുകയാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ സ്വദേശിനി. തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നികിത നാഗ്ദേവ് എന്ന യുവതി വീഡിയോ സന്ദേശം അയച്ചു. വീഡിയോ സന്ദേശം ഇരു രാജ്യങ്ങളിലെയും സാമൂഹിക നിയമ സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. BJP MP നവീൻ ജിൻഡാലിന്റെ മകളുടെ വിവാഹ ആഘോഷത്തിനിടെ വേദിയിൽ ഒന്നിച്ച് നൃത്തം ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ. MPമാരായ മഹുവ മൊയ്ത്ര, സുപ്രിയ സുലെ, കങ്കണ റണാവത്ത് എന്നിവരുടെ ഡാൻസ് വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഓം ശാന്തി ഓം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് നേതാക്കൾ ചുവടുവെച്ചത്. SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിന് കേസെടുത്ത് പോലീസ്. ഉത്തർപ്രദേശിൽ അമ്മയെയും 2 മക്കളെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. റാംപൂർ സ്വദേശിനിയായ നൂർജഹാനും മക്കളായ ആമിർ ഖാനും ഡാനിഷ് ഖാനുമെതിരെയാണ് കേസ്. ഇൻഡിഗോ പ്രതിസന്ധിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. രാഹുൽ ഗാന്ധി പൂർണ്ണ വിവരത്തോടെ സംസാരിക്കണമെന്ന് നായിഡു. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും പൊതുജനങ്ങളുടെ വിഷയമാണെന്നും വ്യോമയാന മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 20കാരൻ കുഴൽക്കിണറിൽ ചാടി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി രുസ്തമാണ് ജീവനൊടുക്കിയത്. വിലപിടിപ്പുള്ള ഫോൺ EMIയിൽ വാങ്ങുന്നതിനെ ചൊല്ലി രുസ്തവും പിതാവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കാണാതായ യുവാവിനെ കുഴൽക്കിണറിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ എയർ ആംബുലൻസ് നാളെ ധാക്കയിലെത്തും. നാളെ രാവിലെ 8 മണിക്ക് വിമാനത്തിന് ലാൻഡിംഗ് സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹൃദയത്തിലും ശ്വാസകോശത്തിലും ഉണ്ടായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ മാസം 23-നാണ് ഖാലിദ സിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളുമായുള്ള ചർച്ച ഫലപ്രദമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറീദ് കഷ്നർ എന്നിവരുമായി ഓൺലൈനായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ പ്രതികരണം. UK-യിലെ ഹീത്രോ വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ച് സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. ഇന്നലെ ഉണ്ടായിരുന്ന ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. സംഘത്തിലെ ആളുകൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബെനിനിലെ പട്ടാള അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പ്രസിഡന്റ് പാട്രിസ് ടാലോൺ രാജ്യത്തോട് വിശ്വാസ്യത പുലർത്തി ഒപ്പം നിന്ന് സൈനികരെ അഭിനന്ദിക്കുന്നു. സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ ചതിക്ക് കനത്ത ശിക്ഷ നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അട്ടിമറി ശ്രമത്തിന് നേതൃത്വം നൽകിയ സൈനികരിൽ ചിലരെ അറസ്റ്റ് ചെയ്തെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കൊളംബിയയിലെ കൂകുറ്റിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ സ്ഫോടനത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ സായുധ സംഘമായ നാഷണൽ ലിബറേഷൻ ആർമിയാണെന്ന് അധികൃതർ അറിയിച്ചു. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി പ്രണയത്തിലാണെന്ന് സ്ഥിരീകരിച്ച അമേരിക്കൻ ഗായിക കാറ്റി പെറി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെയാണ് കാറ്റി പെറി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ അഗ്നി നിയന്ത്രണ റഡാർ തിരിച്ചുവെന്ന് ജപ്പാൻ ആരോപിച്ചു. ന്യൂയോർക്കിൽ വീടിന് തീപിടിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തെലങ്കാന സ്വദേശിയായ 24-കാരി സഹജ റെഡ്ഡി ഉദുമലയാണ് മരിച്ചത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബെനിനിൽ ഭരണം പിടിച്ചെടുത്ത സൈന്യം മിലിറ്ററി കമ്മിറ്റി ഫോർ കമ്മീഷൻ എന്ന ഗ്രൂപ്പാണ് ഔദ്യോഗിക ടെലിവിഷനിലൂടെ പട്ടാള അട്ടിമറി പ്രഖ്യാപിച്ചത്. ഇറാനിൽ ഹിജാബ് ധരിക്കാതെ സ്ത്രീകളെ മാരത്തോൺ മത്സരത്തിൽ പങ്കെടുപ്പിച്ചതിൽ സംഘാടകർക്കെതിരെ കേസ്. വെള്ളിയാഴ്ച നടന്ന മത്സരത്തിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ജുഡീഷ്യറിയുടെ നടപടി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് 2 പേർ മരിച്ചു. ഹെബ്രോൺ നഗരത്തിലെ ചെക്ക് പോസ്റ്റിൽ സൈന്യത്തിന് നേർക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച 17-കാരനാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ്ഡ് 2026 മെയ് 17-ന് നടക്കും. IIT-യുടെ റൂർക്കിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വർഷത്തെ പരീക്ഷയുടെ ടൈം ടേബിൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പുതിയ ഹാൻഡ്സെറ്റ് ഉടൻ തന്നെ ഇന്ത്യയിൽ പുറത്തിറക്കുമെന്ന് അറിയിച്ച് മോട്ടോറോള കമ്പനി. അൾട്രാ തിൻ മോഡലായ മോട്ടോറോള എഡ്ജ് 70 ഫോണാണ് കമ്പനി പുറത്തിറക്കുന്നത്. UAE-യിൽ രജിസ്റ്റർ ചെയ്ത വ്യാജ സ്ഥാപനങ്ങൾ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്തി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. അന്വേഷണത്തിൽ 1300-ലേറെ വ്യാജ കമ്പനികൾ കണ്ടെത്തി. വാണിജ്യ ആവശ്യത്തിനായി നായ്ക്കളെയും പൂച്ചകളെയും ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ് കാർഷിക മന്ത്രാലയം. തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് സർക്കാർ തീരുമാനം. ബഹ്റൈൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 9ാമത് BKSDC അന്താരാഷ്ട്ര പുസ്തകോത്സവവും സാംസ്കാരിക കാർണിവലും ഇന്ത്യൻ അംബാസഡർ വിനോദ് K. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ കളങ്കാവലിലെ നിലാക്കാവൽ വെളിച്ചം ആലപിച്ചിരിക്കുന്നത് ഒരു വീട്ടമ്മയാണ്. എറണാകുളം സ്വദേശി സിന്ധു ഡെൽസനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കളങ്കാവലിന് ലഭിച്ച പ്രേക്ഷക സ്വീകരണത്തിനും പോസിറ്റീവ് പ്രതികരണങ്ങൾക്കും ആരാധകർക്ക് നന്ദി പറഞ്ഞ മമ്മൂട്ടി. തന്റെ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വസിച്ച ആരാധകർക്ക് നന്ദിയെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നടൻ വിനായകനെ പഠിപ്പിച്ച ടീച്ചറും മമ്മൂട്ടിയുടെ സഹപാഠിയുമായ ഒരു ടീച്ചർ സിനിമ കണ്ടു പറയുന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വിനായകനിൽ അഭിമാനമുണ്ടെന്നും മമ്മൂട്ടി തന്റെ കൂടെ മഹാരാജാസ് കോളേജിൽ പഠിച്ചതാണ് എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. അമേരിക്കൻ സിനിമാ നിർമ്മാണ കമ്പനി വാർണർ ബ്രദേഴ്സിനെ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുന്നതിൽ വിമർശനവുമായി ജെയിംസ് കാമറൂൺ. നെറ്റ്ഫ്ലിക്സിന്റെ തീരുമാനം ദുരന്തമാണെന്ന് കാമറൂൺ പ്രതികരിച്ചു. ആമേൻ എന്ന ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെപ്പറ്റി തുറന്നു പറഞ്ഞ നടൻ ഇന്ദ്രജിത്ത്. ഫഹദ് ഫാസിൽ നായകനായി വന്ന ചിത്രത്തിൽ ഫാദർ വിൻസെന്റ് വട്ടോളിയായി എത്തിയത് ഇന്ദ്രജിത്ത് ആയിരുന്നു. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് തൊട്ടു മുൻപാണ് താനാണ് ചിത്രത്തിലെ പുണ്യാളൻ എന്ന് അറിയുന്നതെന്നാണ് ഇന്ദ്രജിത്ത് ഇപ്പോൾ പറയുന്നത്. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ് ഹൃദയപൂർവ്വം. ഹൃദയം വെച്ചൊരു പേര് വേണമെന്ന് കരുതിയപ്പോൾ മോഹൻലാൽ തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന പേര് നിർദ്ദേശിച്ചത് എന്ന് സത്യനന്ദിക്കാട്.
ഉണ്ണിമുകുന്ദനും അപർണ ബാലമുരളിയും ആദ്യമായി ഒന്നിക്കുന്ന മിണ്ടിയും പറഞ്ഞും സിനിമയുടെ റിലീസ് തീയതി പുറത്ത്. 2021 തുടങ്ങിയ ചിത്രം 4 വർഷത്തിന് ശേഷം ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 എത്തും. ഒരു വർഷത്തിൽ 200 കോടി നേട്ടവുമായി ധനുഷിനെ നായകനാക്കി ആനന്ദിൽ റായ് സംവിധാനം ചെയ്ത ചിത്രം തേരം ഇഷ്ക് മേയും 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ 100 കോടിയാണ് ധനുഷിൻ്റേത്. അർജുൻ അശോകൻ ചിത്രം ചത്താ പച്ച റിംഗ് ഓഫ് റൗഡീസിൽ പ്രധാന വേഷത്തിൽ റോഷൻ മാത്യുവും വെട്രി എന്ന കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത്. മധുബാല, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വർഷ വാസുദേവ് ഒരുക്കുന്ന ചിന്ന ചിന്ന ആസയെ സെക്കൻഡ് ലുക്ക് പുറത്ത്. നടി മഞ്ജു വാര്യരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. വൈറലായി നടൻ ചിമ്പുവിന്റെ മറുപടി. തമിഴിൽ നിരവധി ആരാധകരുള്ള താരം എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് നടൻ നൽകിയ ഉത്തരമാണ് വൈറലാകുന്നത്. റജി പ്രഭാകർ സംവിധാനം ചെയ്യുന്ന ചിത്രം കാഞ്ചിമാലയിൽ ധ്യാൻ ശ്രീനിവാസിന്റെ നടിയാകാൻ ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി. ധ്യാൻ ശ്രീനിവാസനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ വിശ്വാസിനെ അവതരിപ്പിക്കുന്നത്. സന്ദീപ് പ്രദീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത്. കോസ്മിക് സാംസൺ എന്നാണ് ഈ ചിത്രത്തിന്റെ പേര്. തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി മലയാളി സംവിധായകൻ ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ 47 ചെന്നൈയിൽ നടന്ന പൂജാ ചടങ്ങുകളോടെ ആരംഭിച്ചു. നടി ജ്യോതികയാണ് ചിത്രം നിർമ്മിക്കുന്നത്. സൂര്യയ്ക്ക് പുറമെ മലയാളി താരം നസ്രനും നിർണായക വേഷം ചെയ്യുന്ന ചിത്രത്തിലെ നായികയായി അഭിനയിക്കുന്നത് നസ്രിയ നസീമാണ്.